2024 ജൂലൈ 18-19 തീയതികളിൽ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് നടത്തപ്പെടുന്ന ഫൊക്കാന ഗ്ലോബൽ കൺവെൻഷന്റെ മിഡ്വെസ്റ്റ് റീജിയൻ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഷിക്കാഗോ സെയിന്റ് മേരീസ് ജ്ഞാനായ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഫൊക്കാന പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഉദ്ഘാടനം ചെയ്തു. ഷിക്കാഗോ റീജിയൻ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് കിഴക്കേക്കുറ്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെയിന്റ് മേരീസ് ഇടവക വികാരി ഫാദർ സിജു മുഴക്കോടിൽ, ഫൊക്കാന മുൻ വൈസ് പ്രസിഡന്റ് ജെയ്ബു മാത്യു കുളങ്ങര, വിമൻസ് ഫോറം ദേശീയ ചെയർപേഴ്സൺ ഡോക്ടർ ബ്രിജിറ്റ് ജോർജ്, യുവജന പ്രതിനിധി വരുൺ നായർ, ഫൊക്കാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കലാഷാഹി, ജോർജ് പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സന്തോഷ് നായർ സ്വാഗതവും ടോമി അമ്പനേട്ട് MC-യുമായിരുന്നു. അടുത്ത ഫൊക്കാന നേതൃത്വത്തിലേക്ക് മത്സരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ലീല മാരഡ്, ഡോക്ടർ സജിമോൻ ആന്റണി, ഡോക്ടർ കലാഷാഹി, ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികളായ ജോർജ് പണിക്കർ, ശ്രീകുമാർ ഉണ്ണിത്താൻ, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രവീൺ തോമസ് എന്നിവരെ സദസ്സിനെ പരിചയപ്പെടുത്തി. ഫ്രാൻസിസ് കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ശ്രീ ജോയി ചെമ്മാച്ചൻ, ഞാൻ അദ്ദേഹത്തെയും വളരെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഫൊക്കാന എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഷിക്കാഗോയിൽ വളരെ പോപ്പുലറാക്കിയ രണ്ട് വ്യക്തികളാണ്. അവരുടെ മുമ്പിൽ സ്മരണ. ഇന്നിവിടെ എത്തിയിരിക്കുന്ന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫനും മറ്റ് നാഷണൽ കമ്മിറ്റി ഭാരവാഹികൾക്കും ഈ കൺവെൻഷന്റെ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. Some crazy people publish so many strong stories. But then the Home Minister, Finance Minister finally said in the Assembly that we are not going to start a single penny. This year, same thing came up. We told them, no, you cannot do that. Government was so nice, they said we are not charging. Every meeting there are 500 to 1,000 people attend. You see this 1,000 people. DC കൺവെൻഷനിൽ വെച്ച് ഫൊക്കാന വിമൻസ് ഫോറം ചെയ്യുന്ന ഞങ്ങളാണ്. ഫൊക്കാനയുടെ ലാൻഡ്മാർക്ക്, അതായത് ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി പേജന്റായ മലയാളി മങ്ക കോർഡിനേറ്റ് ചെയ്യുന്നത് ഫൊക്കാന വിമൻസ് ഫോറം ആണ്. പ്രശംസിക്കുന്നു. നിങ്ങൾ തുടർന്നും എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ കവർ കിട്ടിയ അവസരത്തിൽ പ്രസിഡന്റ് എല്ലാ കവറും ഒന്ന് നോക്കി. നിങ്ങൾക്കുള്ളതൊരു ശക്തനായ പ്രസിഡന്റാണ്. കാരണം പ്രസിഡന്റിന്റെ കൈ കിട്ടിയ കവർ എത്ര കാര്യമാണെങ്കിലും അത് നിറച്ച് കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയാക്കാനുള്ള കഴിവുള്ള ഒരു നേതൃത്വമാണ് ഫൊക്കാനയ്ക്കുള്ളത്. അതുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കുന്നു. പിന്നെ ബാബുശ്ശേഖർ പറഞ്ഞ പോലെ എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഈ ഫൊക്കാന കൺവെൻഷൻ എവിടെയൊക്കെ കൺവെൻഷൻ ഉണ്ടോ അവിടെല്ലാം ഞാൻ പോയിട്ടുണ്ട്. 70% കൺവെൻഷൻ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഭാരവാഹിത്വം എടുക്കുന്ന ഒരു പരിപാടി ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ഞാൻ മുതിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ 2000 പിള്ളേരെ ദേവി ചെയ്ത് കൺവെൻഷന് കൊണ്ടുവരണം. അതേ പറയാൻ എല്ലാവർക്കും നമസ്കാരം. പറയുവാനുണ്ട്. കൺവെൻഷന് ആൾക്കാർക്ക് കൺവെൻഷനെ പറ്റിയുള്ള പ്രതീക്ഷകളുണ്ട്. ഫൊക്കാനയുടെ പേര് വാനോളം ഉയർത്തിയ ഈ ടീമിനെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, ഫൊക്കാന എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ സഹജീവികളെ കരുതുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതായത് ഇതിന്റെ ഫൊക്കാനയുടെ പ്രസിഡന്റ് ബാബു സാർ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഇരുന്ന സമയങ്ങളിലും അതിനു മുന്നേ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരിരുന്ന സമയത്തും ചെയ്തതെന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. എനിക്ക് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. കൺവെൻഷൻ നടക്കുമ്പോൾ വളരെ സ്നേഹത്തോടും സാഹോദര്യത്തോടും അതുപോലെ അഭിമാനത്തോടും നല്ല രീതിയിൽ കൺവെൻഷൻ നടക്കണം. രണ്ടാമത് ഉള്ളത് ഇലക്ഷനിൽ ഒരു 3 കാൻഡിഡേറ്റ് ഇപ്പോൾ ഉണ്ടെന്ന് അറിയുന്നു. 3 കാൻഡിഡേറ്റും അവരവരുടെ പ്രസംഗം കേട്ട് നമ്മളിൽ ആരുടെ പ്രസംഗം ഇഷ്ടപ്പെടുന്നു, ആരെന്ത് ചെയ്യാൻ പോകുന്നു, അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കേരള അസോസിയേഷന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും
എല്ലാവിധ ആശംസകൾ നേരുന്നു. അത് ഒരു വൻ വിജയമാക്കി തീർക്കാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വരുന്നത് മലയാളി അസോസിയേഷൻ ഒരു ഫെഡറൽ സംവിധാനം ഉണ്ടാക്കിയ ഒരു സംഘടന എന്ന രീതിയിലാണ്. അതിനുശേഷം പല പുതിയ സംഘടനകൾ ഉണ്ടായെങ്കിലും ഒരു തറവാട് അല്ലെങ്കിൽ ഒരു ബേസ് എന്ന രീതിയിൽ ഫൊക്കാനയുടെ ആ പ്രാതിനിധ്യം എന്നും അവിസ്മരണീയമാണ്. നമുക്കറിയാം, ഒരു റെക്കോർഡ് ഭേദിച്ചുള്ള രജിസ്ട്രേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിങ്ങളേവരും ഈ കൺവെൻഷൻ പങ്കെടുക്കണം. അതിനായിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു ശക്തമായ പിന്തുണ ഇനി ഭാവിയിലും ഫൊക്കാനയ്ക്ക് ഉണ്ടാകണം. ഫൊക്കാന കൺവെൻഷൻ ഫൊക്കാനയുടെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായിരിക്കുമെന്ന് അറിയാം. എന്നിരുന്നാലും അതിന് അഡ്വാൻസായിട്ട് ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് ഫൊക്കാനയിൽ പ്രവർത്തിക്കുന്നു. 10 വർഷമായിട്ട് ഞാൻ ഫൊക്കാനയുടെ ന്യൂസുകളും മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നു. ഫൊക്കാനയുടെ ന്യൂസുകളൊക്കെ മീഡിയകളിൽ എത്തിക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഫൊക്കാനയിൽ നിന്ന് ഒരു പാരിതോഷികമോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിയിട്ടല്ല. എൻ്റെ അറിയാവുന്ന കഴിവ് ഞാൻ ഫൊക്കാന ജോർജ് ഗോസിയുടെ നേതൃത്വത്തിലുള്ള കൺവെൻഷനിൽ വെച്ച് വളരെ വാശിയേറിയ ഇലക്ഷനിൽ നാഷണൽ കമ്മിറ്റി മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 അടുത്ത ന്യൂയോർക്കിന്റെ റീജിയണൽ പ്രസിഡന്റായിട്ട് ഫ്ലോറിഡയിലെ ഇലക്ഷനിൽ ഇതുപോലെ 2 സ്ഥാനാർത്ഥികളും 2 ടീമുകളും. എല്ലാവർക്കും അറിയാം, ശശിധരൻ നായരുടെ പാനല് തമ്പിച്ചാക്കോ പാനൽ. ആ തമ്പിച്ചാക്കോ പാനലിൽ ഞാൻ ന്യൂയോർക്കിന്റെ RVP ആയിട്ട് മത്സരിച്ചു. ആ പാനലിൽ ജയിച്ച ഒരേ ഒരു വ്യക്തി ദീലാമാരായിട്ടായിരുന്നു. അന്ന് ഫൊക്കാനയുടെ ചരിത്രത്തില് ഒരു പാഠമായി അധ്യായമായി പറഞ്ഞ ജോയ് ചമ്മാച്ചൻ എന്നിവരെയും ഈ സമയത്ത് ഇവിടെ ഓർക്കുകയാണ്. റൊണാൾഡ് റേഗൻ once said, America is too great for small dreams. And we, the Focana Dream Team say, Focana is too great for small dreams. ശരിയല്ലേ? കാരണം 40 വർഷം മുമ്പ് അമേരിക്കൻ കനേഡിയൻ മലയാളികൾക്ക് വേണ്ടി ഉണ്ടായ ഒറിജിനൽ അമ്മ സംഘടനയാണ് ഫൊക്കാന. അതിന്റെ ഒരു മെമ്പർ ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്. എന്ന് പറയുമ്പോൾ ഇന്ന് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഫോമ അല്ല വേൾഡ് മലയാളിയെ തിരസ്കരിക്കുകയല്ല ചെയ്യുന്നത്. അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരും കാലത്തിന്റെ ഈ ഒരു കഴിഞ്ഞ 10, 15, 20 വർഷത്തോട് അവരും എക്സ്റ്റാബ്ലിഷ് ചെയ്ത് ചില സമയങ്ങളിൽ നമ്മളെ പോലെ ചില സമയങ്ങളിൽ നമ്മളെക്കാളും നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കും ഹാറ്റ്സ് ഓഫ് തരുന്നു. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് എന്നെയും നിങ്ങളെയും എല്ലാം ഒരുപോലെ ആക്കുന്നത്. നമ്മൾ എണ്ണി പറയുമ്പോൾ ചിലപ്പോൾ 5, 10, 3 അങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്നാൽ ഒരു കോമൺ ത്രെഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആ നന്മയുടെ സംഭവമായി കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന ജൂലൈ 18, 19, 20 തീയതികളിലാണ് കൺവെൻഷൻ നടക്കാൻ പോകുന്നത്. അന്ന് സാധാരണ ഉള്ളതുപോലെ തന്നെ ബിസിനസ് സെമിനാർ, മീഡിയ സെമിനാർ, ടാലന്റ് കോമ്പറ്റീഷൻസ്, മലയാളി മംഗ, മിസ് ഫൊക്കാന, സ്പെല്ലിംഗ് കോമ്പറ്റീഷൻ, അങ്ങനെ നിരവധി കാര്യപരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത്. റീജിയൻ്റെ കിക്ക് ഓഫ് നടക്കുകയുണ്ടായി. വളരെ അത്യുജ്വലമായ ഒരു നല്ല പ്രോഗ്രാമായിരുന്നു അത്. ചിക്കാഗോയിലെ എല്ലാ ഫൊക്കാന സ്നേഹികൾക്കും എല്ലാ ലീഡേഴ്സിനും അതിൻ്റെ അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ പറയട്ടെ. ഇന്ന് ഞാൻ ഇവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഫൊക്കാന ഡ്രീം ടീം 24-26-നെയാണ്. എൻ്റെ പേര് സജിമോൻ ആൻ്റണി. ഞാൻ ന്യൂജേഴ്സിയിൽ നിന്നുള്ളതാണ്. എന്നോടൊപ്പം ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറി 2024-26 ശ്രീ ശ്രീകുമാർ ഉണ്ണിത്താൻ, അതോടൊപ്പം എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ചിക്കാഗോയുടെ സ്വന്തമായ പ്രവീൺ തോമസ്, അതോടൊപ്പം ഫൊക്കാന ട്രസ്റ്റി ബോർഡിലേക്ക് ഡ്രീം ടീമിൻ്റെ പാർട്ടായി 24-26 ട്രസ്റ്റി ബോർഡിനെ കാത്തു സംരക്ഷിക്കുവാനായിട്ട് ട്രസ്റ്റി ബോർഡ് മെമ്പറായിട്ട് മിസ്റ്റർ സതീശൻ നായരും ചേരുന്നു. ഫൊക്കാന ഡ്രീം ടീം എന്ന് പറയുമ്പോൾ തന്നെ Ronald Reagan said, America is too great for small dreams. And we say, the dream team say that Focana is too great for small dreams. എന്ന് പറയുമ്പം ഞങ്ങളുടേതായ ചില ഡ്രീമുകളോടുകൂടിയാണ് ഈ ഒരു പദ്ധതി ഈ ഒരു 24-26 വർഷത്തിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അമേരിക്കൻ കനേഡിയൻ മലയാളികൾക്ക് ഒരു കൊടക്കീഴിൽ കൊണ്ടു നിർത്തി കോർത്തിണക്കി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന
നല്ല ഉദ്ദേശശുദ്ധിയോട് കൂടിയാണ് ഈ ഡ്രീം ടീം നിങ്ങളുടെ മുന്നിലേക്ക് 2024-26 കാലഘട്ടത്തിലേക്ക് വരുന്നത്. ഞങ്ങളോടൊപ്പം ഇന്നിവിടെ വരാൻ പറ്റാത്ത വിപിൻ രാജുണ്ട്, വാഷിംഗ്ടൺ DC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. അതോടൊപ്പം ജോയ് ചാക്കപ്പൻ ട്രഷറർ സ്ഥാനാർത്ഥി ആയിട്ടുണ്ട്. ജോൺ കല്ലോലി ഫ്ലോറിഡയിൽ നിന്നുണ്ട് ജോയിൻറ്റ് ട്രഷററായിട്ട്. അതോടൊപ്പം ജോയിൻറ്റ് സെക്രട്ടറിയായി മനോജ് ഇടമന കാനഡയിൽ നിന്നുണ്ട്. അതോടൊപ്പം തന്നെ അഡീഷണൽ അസോസിയേറ്റ് ട്രഷററായിട്ട് മിലി ഫിലിപ്പ് ചിക്കാഗോയിൽ നിന്നും, അപ്പുക്കുട്ടൻ പിള്ളை ന്യൂയോർക്കിൽ നിന്ന് അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ടും, പിന്നെ മിസ്റ്റർ സതീശൻ നായരോടൊപ്പം ട്രസ്റ്റി ബോർഡിലേക്ക് മത്സരിക്കുന്ന ശ്രീ ബിജു ജോണുമുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ ആശയങ്ങളാണ്, ഐഡിയകളാണ്, കളക്ഷൻ ഓഫ് ഐഡിയാസാണ്. ഒന്ന് ഇതാണ്, ഫൊക്കാനയുടെ ഭവനം പ്രൊജക്റ്റ് ഇതിനു മുമ്പ് നടന്നിരുന്നു. 25 വീട്, 50 വീട്, രണ്ട് സമയങ്ങളിലായിട്ട് 50ഓളം വീടുകൾ സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിച്ച് നടന്നിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ വേറൊരു ദിശയിൽ ഫൊക്കാന വില്ലേജ് സാക്ഷാത്കരിക്കപ്പെടുകയാണ് 2024-26 അതോടൊപ്പം തന്നെ ഫൊക്കാന മെഡിക്കൽ കാർഡ് വളരെയധികം പ്രസ്റ്റീജായിട്ട് നടന്നൊരു പ്രോഗ്രാമായിരുന്നു. ഏകദേശം 2000-ലധികം അമേരിക്കൻ, കനേഡിയൻ മലയാളികൾക്ക് സഹായം കിട്ടിയ ഒരു പദ്ധതിയായിരുന്നു. അതിനെ വിപുലീകരിച്ച് കേരളത്തിൽ അങ്ങും ഇങ്ങും എത്തിക്കുക എന്നുള്ളൊരു വിപുലമായ പദ്ധതിയാണ് ഫൊക്കാന മെഡിക്കൽ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണലുമായിട്ട് സഹകരിച്ച് സ്പീച്ച് ക്ലബ് ഫൊക്കാനയുടെ വിവിധ റീജിയനുകളിൽ നടത്താൻ ഉള്ള പ്ലാനാണ് അടുത്തതായിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇന്ന് വരുന്ന യുവതലമുറ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചില ആൾക്കാർക്ക് ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയിൽ വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു കീ ആയിട്ട് എങ്ങനെയോ മിസ്സാവുന്നുണ്ട്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിട്ട് തന്നെ നാളെയുടെ വാഗ്ദാനങ്ങളായി യുവതലമുറയെ വാർത്തെടുക്കുവാനായിട്ട് കമ്മ്യൂണിറ്റിയാണ് ഫൊക്കാനയുടെ വുമൻസ് ഫോറത്തിൽ ശക്തിപ്പെടുത്താനായിട്ട് വളരെ നല്ല ഒരു പ്രൊഫഷണലായ രേവതി പിള്ളയാണ് ബോസ്റ്റണിൽ നിന്ന് മത്സരിക്കുന്നത്. രേവതി ഫൊക്കാനയുടെ ഇവിടെ ഇപ്പോഴത്തെ കറണ്ട് വുമൻസ് ഫോറത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും പ്രാപ്തിയായ ഒരു നേതാവാണ്, ഒരു വുമൺ എൻ്റർപ്രനറാണ്, ഒരു വുമൺ ലീഡറാണ്. അപ്പോൾ രേവതിയുടെ വോട്ടും നിങ്ങളെല്ലാവരും രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം ഫൊക്കാന യൂത്ത്, ഫൊക്കാന നാഷണൽ കമ്മിറ്റി കാനഡയിലും അമേരിക്കയിലുമുള്ള അവരുള്ള നാഷണൽ കമ്മിറ്റി ഉള്ള മെമ്പേഴ്സിനും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി ഞങ്ങളുടെ ഈ ടീമിനെ